ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും റൂബീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായ പപ്പടവടയാണ് ഇന്ന് തയ്യാറാക്കാനായി പോകുന്നത്. നമ്മുടെ വീടുകളിൽ സാധാരണ എപ്പോഴും കാണപ്പെടുന്ന പപ്പടം, അരിപ്പൊടി എന്നിവ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ് നമ്മുടെ പപ്പടവട. പണ്ട് കാലത്ത് ചായക്കടകളിലെ ചില്ല അലമാരകളിലിരുന്ന് നമ്മളെ മാടി വിളിച്ച് കൊതിപ്പിച്ചിരുന്ന പപ്പടവടയുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റൂബീസ് കിച്ചൻ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക്. കർമുറ പപ്പടവടയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പപ്പടം ഒരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചരി മാവാണ്, അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, സോഡാപ്പൊടി 1 നുള്ള്, കായപ്പൊടി 3/4 ടീസ്പൂൺ, എള്ള് ഇത് അത്യാവശ്യമാണ്, എള്ളാണ് കൂടുതൽ വേണ്ടത്, അത് 1 പിടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ചേർക്കാവുന്നതാണ്. പച്ചരി പൊടി ചേർക്കുന്നതിന് പകരം പച്ചരി നമ്മൾ കുതിർത്ത് അരച്ച് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഞാനിവിടെ പച്ചരി മാവാണ് എടുത്തിട്ടുള്ളത്, അത് വറുത്തതല്ല, വറുക്കാത്ത മാവാണ് വേണ്ടത്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം വെള്ളം ഒഴിച്ച് അല്പാൽപ്പം ഒഴിച്ച് ഒരു തിക്ക് ബാറ്റർ തയ്യാറാക്കാം. ഇതുപോലെ ഇങ്ങനെ വേണം ബാറ്റർ തയ്യാറാക്കാനായി. ബാറ്റർ എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ പൊരിച്ചെടുക്കാം. അതിനായി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ ഈ പപ്പടത്തിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഈ ബാറ്ററിലേക്ക് നന്നായിട്ട് മുക്കി ഈ മാവെല്ലാം അതിലേക്ക് പിടിക്കുന്ന തരത്തിലേക്ക് മുക്കി എടുത്തതിന് ശേഷം തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ സമയം തീ മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം വയ്ക്കേണ്ടത്. അതുപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാവുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒന്ന് നല്ല പാകമായി നല്ല ഓണം ഗോൾഡൻ ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ബാക്കിയുള്ള പപ്പടവും നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. സൂപ്പർ ടേസ്റ്റിലുള്ള കർമുറ പപ്പടവട തയ്യാറായി കഴിഞ്ഞു. ചായയുടെ കൂടെയോ കട്ടൻ്റെ കൂടെയോ ഒക്കെ കിടു കോമ്പിനേഷനാണ് നമ്മുടെ ഈ പപ്പടവട. ശരിക്കും ഒരു നൊസ്റ്റാൾജിക് ഫീൽ തന്നെയാണ് ഇതിന്. ഒരു ഗസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഈവനിങ് സ്നാക്കായി എന്തെങ്കിലും കൊടുക്കണം, അത് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഇത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.